ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും സൗദി എപ്പോഴും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന ഒരിടമാണ്. അവിടെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമമാണ് നിലനിൽക്കുന്നത്. അതിപ്പോൾ കുറ്റം ഒരുപക്ഷെ അറിയാതെ ചെയ്താണെങ്കിൽ പോലും ശിക്ഷയ്ക്ക് യാതൊരു ഇളവും ഉണ്ടാവില്ല. അത് അനുഭവിച്ചേ മതിയാവും. കുറച്ചുനാൾ മുമ്പ് മലയാളിയായ ഒരു യുവാവ് മോഷണ കേസിൽപ്പെട്ട് സൗദി ജയിലിൽ എത്തിയിരുന്നു. ഇയാൾക്ക് ലഭിച്ച ശിക്ഷ വേറൊന്നുമല്ല, അവൻ മോഷ്ടിച്ചു, ഇനി മോഷണം നടത്താതിരിക്കുവാൻ ആ കൈ അങ്ങ് മുറിച്ചു കളയുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ആ മലയാളി യുവാവിന്റെ ശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. മാറി വന്ന ശിക്ഷാരീതികൾ ഇനി ഇങ്ങനെയൊക്കെയാണ്. മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട സൗദി ജയിലിൽ കഴിയുകയായിരുന്ന മലയാളി യുവാവിന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റാനുള്ള ശിക്ഷ നടപടി റദ്ദാക്കി. പകരം 4 വർഷം തടവും 400 അടിയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മോഷണക്കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞ 9 മാസമായി ജയിലിൽ കഴിയുകയായിരുന്ന ആലപ്പുഴ സ്വദേശിയായ യുവാവിന്റെ വലതു കൈ മുറിച്ചു മാറ്റാനുള്ള കോടതി വിധിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ തെക്കൻ നഗരമായ ഖമീസ് മുഷൈത്തിലെ ക്രിമിനൽ കോടതിയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മലയാളി യുവാവിന്റെ വലത് കൈപ്പത്തി മുറിച്ചു മാറ്റുവാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ഇതിനെതിരെ യുവാവ് ഇന്ത്യൻ സോഷ്യൽ ഫോറത്തിന്റെയും ജിദ്ദ കോൺസുലേറ്റിന്റെയും സഹായത്തോടെ അപ്പീൽ നൽകിയിരുന്നു. തുടർന്ന് അബഹയിലെ 3 അംഗ അപ്പീൽ കോടതി കേസ് പഠിക്കുകയും കൈപ്പത്തി മുറിച്ചു മാറ്റുവാനുള്ള വിധി റദ്ദാക്കി പകരം 4 വർഷം തടവും 400 അടിയും ശിക്ഷ വിധിക്കുകയായിരുന്നു. അബഹയിലും ഖമീസ് മുഷയിലും ശാഖകളുള്ള ഒരു പ്രമുഖ സൗദി ഹോട്ടലിന്റെ ലോക്കറിൽ നിന്ന് 1,10,000 റിയാൽ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അതേ സ്ഥാപനത്തിൽ തന്നെ കഴിഞ്ഞ 6 വർഷമായി ജോലി ചെയ്തിരുന്ന മലയാളി യുവാവ് പിടിയിലാവുകയായിരുന്നു. നഷ്ടപ്പെട്ട മുഴുവൻ തുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ കുളിമുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയത്ത് നിയമം അനുസരിച്ചുള്ള പരമാവധി ശിക്ഷ അന്ന് കോടതി ഇദ്ദേഹത്തിന് വിധിച്ചത്. സ്പോൺസർമാരുമായി സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന ഇതേ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശിയായ മറ്റൊരു സുഹൃത്ത് അയാളുടെ മാതാവിന്റെ ചികിത്സാർത്ഥം നാട്ടിൽ പോകേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം ജാമ്യം നിൽക്കുകയും അയാൾ തിരിച്ചു വരാതിരുന്നപ്പോൾ സ്പോൺസർമാർ ഇയാളിൽ നിന്ന് 24,000 റിയാൽ അഥവാ 3.5 ലക്ഷം രൂപ ഈടാക്കുകയും ചെയ്തിരുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ഇദ്ദേഹം നാട്ടിൽ നിന്ന് കടം വാങ്ങിയും പലതും വിറ്റുപെറുക്കിയുമാണ് സ്പോൺസർമാർക്ക് ഈ സംഖ്യ നൽകിയത്. ഭാഷ വശമില്ലാത്തതിനാലും ഭയം മൂലവും കാര്യങ്ങൾ കോടതിയെ വേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തുവാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും ഇദ്ദേഹം പറയുന്നു. വലത് കൈപ്പത്തി മുറിച്ചു മാറ്റുവാൻ വന്ന കോടതി വിധിയിൽ ആകെ തകർന്നിരിക്കുകയായിരുന്നു ഇയാളും നാട്ടിലുള്ള കുടുംബവും. കൈമുറിക്കാനുള്ള വിധി എങ്ങനെയെങ്കിലും മാറ്റി രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് നാട്ടിലുള്ള മാതാവും അസിറിലെ സുഹൃത്തും ഇന്ത്യൻ സോഷ്യൽ ഫോറം അബ്ഹ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അതുപ്രകാരം സോഷ്യൽ ഫോറം എക്സിക്യൂട്ടീവ് മെമ്പറും CCWA മെമ്പറുമായ സയ്യിദ് മൗലവി ഖമീസ് ക്രിമിനൽ കോടതിയിൽ പോയി ജഡ്ജിയുടെ ചേംബറിൽ ചെന്ന് വിധിയുടെ പകർപ്പ് കൈപ്പറ്റി. റമദാൻ 17-നകം അപ്പീലിന് പോകുവാൻ കോടതി ഇതിൽ അനുവാദം നൽകുന്നതായി കണ്ടെത്തിയിരുന്നു. നിയമവിദഗ്ധരുമായും സൗദി അഡ്വക്കേറ്റുമായും സയ്യിദ് മൗലവി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അപ്പീൽ തയ്യാറാക്കുകയും ചെയ്തു. പിന്നീട് ജിദ്ദ കോൺസുലേറ്റിനെ ഇത് അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജിദ്ദയിലെ കോൺസൽ വെൽഫെയർ ഡോക്ടർ മുഹമ്മദ് ആലിമും മറ്റൊരു ഉദ്യോഗസ്ഥനായ ഫൈസലും അടിയന്തരമായി അബഹയിൽ എത്തുകയും സയ്യിദ് മൗലവിയോടൊപ്പം ജയിലിൽ പോയി യുവാവിനെ സന്ദർശിക്കുകയും ജയിൽ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പിന്നീട് ഖമീസ് മുഷൈദിലെ ക്രിമിനൽ കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. അബഹ അസിസ്റ്റന്റ് ഗവർണറെ സന്ദർശിച്ച് കോൺസുലർ സംഘം നിവേദനം നൽകുകയും ചെയ്തിരുന്നു. അപ്പീലുമായി മുന്നോട്ട് പോകുന്ന സോഷ്യൽ ഫോറത്തിനും യുവാവിന്റെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവിധ സഹായവും ജിദ്ദ കോൺസുലേറ്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ശിക്ഷാവിധി റദ്ദാക്കിയതിൽ മാതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: മകന്റെ കൈ മുറിച്ചു മാറ്റാനുള്ള വിധി റദ്ദാക്കിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിനായി പ്രവർത്തിച്ച ഇന്ത്യൻ സോഷ്യൽ ഫോറത്തിനും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിനും മകന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും അറിയിക്കുന്നുവെന്നാണ് ആ അമ്മ പറഞ്ഞത്. എന്തായാലും കൈ മുറിച്ചു മാറ്റുന്ന അത്രയും വരില്ലല്ലോ 400 അടി.